ഹലോ, വെൽക്കം ടു ലേണിനോ. അപ്പം നമ്മൾ 27-ാം തീയതിയിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ: എ ബോയ് whirls a ball on a string along a horizontal circle of radius 98 centimeter. The angular velocity in radian per second with which the ball has to be whirled so that its acceleration towards the center of the circle has the same magnitude as acceleration due to gravity is. ഒരു കുട്ടി ഒരു ബോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓൺ എ സ്ട്രിങ്, ഒരു അലോങ് എ ഹൊറിസോണ്ടൽ സർക്കിൾ. ആ ഹൊറിസോണ്ടൽ സർക്കിളിന്റെ റേഡിയസ് 98 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പോ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആ കുട്ടി. അപ്പൊ ഇങ്ങനെ ബോൾ ഇങ്ങനെ അങ്ങനെ മൂവ് ചെയ്തു. അപ്പൊ ഹൊറിസോണ്ടൽ സർക്കിളിന്റെ റേഡിയസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 98 സെന്റിമീറ്റർ ആണ് അല്ലെ. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? അത് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. വിത്ത് വിച്ച് ദ ബോൾ ഹാസ് ടു ബി whirled so that its acceleration towards the center of the circle has the same magnitude as acceleration due to gravity. അതായത് ആംഗുലർ വെലോസിറ്റി with which the ball has to be whirled so that and the acceleration towards the center of the circle acceleration due to gravity same magnitude ആക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ആംഗുലർ വെലോസിറ്റി എത്രയാണെന്ന് നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. √10 1/√10 10.1 100. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പൊ നമ്മൾക്ക് റേഡിയസ് വന്നിട്ടുണ്ട് 98 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ മീറ്ററിലേക്ക് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? 98 ഡിവൈഡഡ് ബൈ എത്ര ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. അപ്പം 0.98 കിട്ടും അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ മീറ്ററിലേക്ക് മാറുക. ഇതെല്ലാം നമ്മുടെ മീറ്ററിലേക്കും ടൈം സെക്കൻഡിലേക്കും ഒക്കെയാണ് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക്, ഗ്രാം ഉണ്ടെങ്കിൽ കിലോഗ്രാം ആക്കണം എന്നൊക്കെ നമ്മൾ ഇപ്പൊ പല ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ് അല്ലെ. അപ്പൊ റിക്വയർഡ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്, അപ്പൊ ആക്സലറേഷൻ, സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് അറിയാം. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സോ വിച്ച് ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സെൻട്രിപീറ്റൽ ആക്സലറേഷൻ AC എന്ന് പറയുന്നത് ω² R ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ടുപിടിക്കണം. R എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ω² R എന്ന് പറയുന്നത് നമുക്ക് G ആണ്. അപ്പൊ അത് ω² is equal to G/R കിട്ടി, which is equal to 9.8 divided by 0.98 ചെയ്യാം. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ? മുകളിലത്തെയും താഴത്തെയും ഈ പോയിന്റ്സ് മാറ്റാം. അപ്പൊ മുകളിലും പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ്, താഴെ പോയിന്റിന് ശേഷം 2 സംഖ്യയാണ്. അപ്പൊ കൂടുതൽ 2 സംഖ്യയാണല്ലോ. അപ്പോൾ ഒരു 100 വെച്ചിട്ട് 2 ഭാഗം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ 9.8 into 100 ഡിവൈഡ് ബൈ 0.98 into 100 ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 980 വരും. ഡിവൈഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 98 വരും. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് 10 കിട്ടും. ഓക്കെ, ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കൺഫ്യൂഷൻ ആവണ്ട പറഞ്ഞിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 ആണ്. ω² ആണ്. ഇത് ω²ന്റെ കഥയാണ് 10 പറഞ്ഞത്. ബട്ട് നമുക്ക് ω എന്തായിരിക്കും? √10 ആയിരിക്കും. √10 റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ തിൻ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് 1 end. അപ്പൊ സെന്റർ ഓഫ് മാസ് ഓഫ് എ തിൻ യൂണിഫോം റോഡ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഫോർ എ തിൻ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത്. ആ ലെങ്ത് L ആണ്. മാസ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ ലെങ്ത് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈസ് എക്സാക്ട്ലി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റോഡ്. ആ റോഡിന്റെ മിഡ് പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക? സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. അത് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം 1 end എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? അത് L/2 ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് L/2 ആണ്. ഓപ്ഷൻ C ആണ്. അപ്പൊ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി യൂണിഫോം റോഡിന്റെ കാര്യം നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. അതുകൊണ്ടാണല്ലോ ഈ സെന്റർ ഓഫ് മാസ് സെന്ററിൽ നിൽക്കുന്നതുകൊണ്ട് ആ സെന്ററിൽ നമ്മൾ കൈയൊക്കെ വെച്ചാൽ നമ്മുടെ കയ്യിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ്. സെന്റർ ഓഫ് മാസ് അവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലെ. നോർമലി നമുക്ക് അറിയാവുന്ന തിയറി തന്നെയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ചോദ്യം. ദ റേഷ്യോ ഓഫ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ escape velocity to the orbital velocity of the earth എന്ന് പറയുന്നതാണ് ചോദിക്കുന്നത്. 2√2 1/√2 1/2 √3. അപ്പൊ ഏതാണ് 2 ഉം 3 വെച്ചുള്ള കളിയാണ്. നമുക്ക് നോക്കാം. കുറച്ച് നമുക്ക് അതിന്റെ ഫോർമുല മാത്രം നമുക്ക് അറിഞ്ഞാലായിട്ടും മതിയാവും അല്ലെ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിന്റെ ഫോർമുല എന്താ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കണ്ട അല്ലെ. 26-ാം തീയതിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് ഉണ്ടായത്. അപ്പൊ ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്
വിട്ടുപോയത് നിർബന്ധമായിട്ട് നമുക്ക് അടുത്ത എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm/r ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് v naught ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് gm/r ആണ് അല്ലെ. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? ഇതിൽ ve എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് gm/r എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലെ. ഈ റൂട്ട് ഓഫ് gm/r ആണ് എന്തെന്ന് പറയുന്നത്? v naught. അപ്പൊ നമുക്ക് ve എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു v naught ആണ് കേട്ടോ. v ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു v naught ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഡിവൈഡ് ചെയ്താലും മതി, അതിനേക്കാളും നല്ലത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതാ വരെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് കാണാതെ പഠിക്കാം കേട്ടോ. വീണ്ടും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ v ഈസ് ഈക്വൽ ടു റൂട്ട് 2 v naught, v ഈസ് ഈക്വൽ ടു റൂട്ട് 2 v naught അങ്ങനെ തന്നെ കാണാതെ പഠിക്കാം. അടുത്ത ചോദ്യം, the gravitational potential energy of a body of mass m. അപ്പൊ മാസ് എന്ന് പറയുന്നത് m, മാസ് ഈസ് ഈക്വൽ ടു m ആണ്. ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഓഫ് മാസ്, അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് സ്മോൾ എമ്മും അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബോഡി ഓഫ് മാസ് എം ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ എന്ന് പറയുന്നത്. അത് കാണാതെ പഠിക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി, എം മാസ് ഉള്ള ഒരു ബോഡിയും ഓൺ സർഫസ് ഓഫ് എർത്ത് ഓഫ് സർഫസ് ഓഫ് എർത്തിലുള്ളതിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, റേഡിയസ് ആർ ആണ്, ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിക്കണം അല്ലെ. നമ്മൾക്ക് അത് കാണാതെ പഠിക്കാം. ഫോർ ദ ഫോർമുല ഫോർ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഫോർ എ ബോഡി ഓഫ് മാസ് എം അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് u ഈസ് ഈക്വൽ ടു മൈനസ് gmm/r ആണ്. ഓൺ ദ സർഫസ് ഓഫ് എർത്തിലാണെങ്കിൽ അല്ലെ, സർഫസ് ഓഫ് എർത്ത് ആണ്, എർത്തിന്റെ കറക്റ്റ് സർഫസിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ സെന്റർ എന്ന നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് പോകുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിരിക്കും. സോ u എന്ന് പറയുന്നത് മൈനസ് gmm/R ആണ്. സ്മോൾ r എന്ന് പറയുന്നത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് വേണ്ടിയുള്ള ഡിസ്റ്റൻസും ആയിരിക്കാം അല്ലെ, സെന്റർ ഓഫ് എർത്ത് നിന്ന് എങ്ങോട്ടേക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസും ആയിരിക്കാം സ്മോൾ r എന്ന് പറയുന്നത്. അതേസമയത്ത് സർഫസിലുള്ള സാധനത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് എന്താണ്? അത് റേഡിയസ് ഓഫ് എർത്ത് ആണ്, ക്യാപിറ്റൽ R ആണ്. സോ മൈനസ് gmm/R ആണ് വരിക. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈനിന്റെ അർത്ഥം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആണെന്നാണ്. mgr എന്ന് പറയുന്നത് which is only an approximated expression ആണ് near Earth's surface and not the exact gravitational potential അല്ല. നമുക്ക് അറിയാമെങ്കിൽ ഓക്കെ. അപ്പൊ ഇത് കാണാതെ പഠിക്കാം. ഇതാണ് അതിന്റെ ഒരു പല പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കിത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കാണാതെ പഠിക്കാം ഫോർമുല. ഇൻ എ ലിക്വിഡ് മീഡിയം, ഒരു ലിക്വിഡ് മീഡിയത്തിൽ ഇഫ് ദ ഡെപ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഷർ അറ്റ് ദാറ്റ് പ്ലേസ് ആ ചോദിക്കുന്നത്. അപ്പൊ ഒരു ലിക്വിഡ് മീഡിയം ആണ്, അപ്പൊ ഡെപ്ത് ഇങ്ങനെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ pressure at that place ആ ചോദിക്കുന്നത്. decreases, increases, remains constant, depends on the shape of the container, is 0 എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. let's confirm it using the pressure formula. pressure formula in liquids എന്ന് പറയുന്നത് P is equal to rho into G into H ആണ്. rho എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും H എന്ന് പറയുന്നത് ഡെപ്ത് ബിലോ ദ സർഫസും ആണ്. അപ്പോ ഈ പ്രഷറും ഹൈറ്റും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡെപ്ത് കൂടുമ്പോൾ അല്ലെ പ്രഷർ അതിനനുസരിച്ചിട്ട് കൂടും അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാണാതെ പഠിക്കുക. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി അറിയാവുന്ന ഇതുള്ളൂ. അപ്പൊ എത്രത്തോളം ഡെപ്ത് കൂടുന്നു, എത്രത്തോളം ഹൈറ്റ് കൂടുന്നു, അതിനനുസരിച്ച് പ്രഷർ കൂടും. ഓക്കെ, അപ്പൊ പ്രഷർ ഇൻ എ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺലി ഓൺ ഡെപ്ത് ആണ്. അത് അതിന്റെ ഷേപ്പോ സൈസോ, ഒരു കണ്ടെയ്നറിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ലിക്വിഡ് ഒരിക്കലും ആ കണ്ടെയ്നറിന്റെ ഷേപ്പിനെയോ ആ കണ്ടെയ്നറിന്റെ സൈസിനെയോ അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ അതിന്റെ ഡെപ്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കാണാതെ പഠിക്കുക. പ്രഷർ ഫോർമുല ഇൻ ലിക്വിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പി പ്രഷർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ബിലോ ദ സർഫസും ആണ്. ഓക്കെ, അടുത്തത് the angle of contact is the angle between. എന്താണ് angle of contact എന്ന് പറയുന്നത്? which is the angle between the normals to the liquid surface and the container wall ആണോ, the liquid surface and the container wall ആണോ, the tangent to the liquid surface and the solid surface between the liquid at the point of contact ആണോ, liquid surface and solid surface outside the liquid ആണോ, the line joining the centers of curvature of the liquid meniscus ആണോ? എന്താണ്? angle
ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് ആൻഡ് സോളിഡ് സർഫസ് വിത്തിൻ ദ ലിക്വിഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് അല്ലെ. വിച്ച് ഇസ് ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് ആൻഡ് സോളിഡ് സർഫസ് വിത്തിൻ ദ ലിക്വിഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് ആൻഡ് ദ solid surface measured inside the liquid at the point of contact ആണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ മൈൻഡിൽ ഇങ്ങനെ വെക്കാം, മെമ്മറി ടിപ്പ് ആയിട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് ആൻഡ് സോളിഡ് സർഫസ്. ലിക്വിഡിനകത്ത് ലിക്വിഡ് സർഫസിന്റെയും സോളിഡ് സർഫസിന്റെയും ടാൻജന്റിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഈ പറയുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാന്നുള്ളത് കൂടെ നോക്കാം, അപ്പോഴല്ലേ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പൊ ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു സർഫസ് ആണ്, ഒരു സോളിഡ് സർഫസ് ആണ് അല്ലെ, ഒരു സോളിഡ് സർഫസ് ആണ്. അപ്പൊ ഇതിലിങ്ങനെ ഒരു വെള്ളത്തുള്ളി വന്ന് നിൽക്കുന്നുണ്ട് അല്ലെ, അതാണ് ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ലിക്വിഡ് ഇവിടെ ഇപ്പോൾ എയർ ആയിരിക്കും അല്ലെ, ഇതൊരു സോളിഡ് ലിക്വിഡ് എയർ ആയിരിക്കും. ഇതിപ്പോ ഒരു കണ്ടെയ്നർ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതില് ഈ പറയുന്ന ലിക്വിഡിലേക്കുള്ള ടാൻജന്റും ഇതൊരു ടാൻജന്റ് ആയിരിക്കും. ഇതാ നമ്മുടെ ആ ഒരു വെള്ളത്തുള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റും അതേപോലെ ഈ സോളിഡിലേക്കുള്ള ഈ ഒരു പോയിന്റും നമുക്ക് വേറൊരു കളറിൽ നോക്കാം. ദാ ഈ ഒരു പോയിന്റും ഇതാണ് സോളിഡ്, അതാണ് പറയുന്നത് ഇൻസൈഡ് ദ ലിക്വിഡിനകത്ത് ഈ രണ്ട് പോയിന്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഈ പോയിന്റുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഇതില് ഈ പറയുന്ന ടാൻജന്റ് പറഞ്ഞാൽ എന്താ, ഇതിൽ ഈ ഒരു ഒറ്റ പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ലൈനിനെ ടാൻജന്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ ലിക്വിഡിൽ കൂടെയുള്ള ടാൻജന്റ്, അപ്പൊ ഈ ടാൻജന്റും ഇതിനിടയ്ക്കുള്ള ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്, അഥവാ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസും ലിക്വിഡ് സർഫസിലെ ടാൻജന്റും അതുപോലെ സോളിഡ് സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ ചിത്രം മനസ്സിൽ കണക്ക് കൂട്ടാം, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ തോന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അടുത്ത ചോദ്യം എന്താ, വാട്ടർ ഫ്ലോ ചെയ്യുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഇൻ എ ഹൊറിസോണ്ടൽ പൈപ്പ് കേട്ടോ. ഈ ഹൊറിസോണ്ടൽ പൈപ്പില് അണ്ടർ ഒരു പ്രഷർ P എന്ന് പറയുന്നത് 2 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഹൊറിസോണ്ടൽ പൈപ്പ്. പൈപ്പ് നാരോസ് ടു ഹാഫ്, ഇങ്ങനെയുള്ള പൈപ്പ് ചെറുതായി നാരോസ് ടു പകുതി, ഇതിന്റെ ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് D ആയിരുന്നെങ്കിൽ ഇതിപ്പോ D/2 ആയി, അത്രയും പകുതിയായി അതിന്റെ ഒറിജിനൽ ഡയമീറ്റർ അറ്റ് 1 end കേട്ടോ. ഇത് പൈപ്പ് നാരോസ് ടു ഹാഫ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്റർ അറ്റ് 1 end മാത്രമേ അത് പകുതി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഫിഗർ വരിക. അപ്പൊ നമുക്കിത് മായ്ച്ചിട്ട് ഇതില് ഇനി അടുത്തത് ഇങ്ങനെ ആയിരിക്കും വരും, ഒരു ഭാഗം മാത്രം പകുതിയായിട്ടുണ്ട്, മറ്റേത് സെയിം സൈസ് തന്നെയാണ്. അപ്പൊ സ്പീഡ് ഓഫ് വാട്ടർ ഇൻ ദിസ് നാരോ സെക്ഷൻ, അപ്പൊ ഈ പറഞ്ഞ നാരോ സെക്ഷനിലുള്ള സ്പീഡ് ഓഫ് വാട്ടർ എത്രയായിരിക്കും ചോദ്യം. ഇപ്പം ഓൾറെഡി അതിൽ പോകുന്ന വെലോസിറ്റി V ആണ്. അപ്പൊ ഈ ഒരു നാരോ ഭാഗത്ത് കൂടെ പോകുന്ന വെലോസിറ്റി എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഫിഗർ അങ്ങോട്ടേക്ക് മാറ്റുന്നത് നല്ലതാണ് അല്ലെ. ഇത് നമുക്ക് മായ്ക്കുമ്പോൾ ഇവിടെ ലെങ്ത് കൂട്ടിയിട്ട് പറയാം, ഇവിടെ ഡയമീറ്റർ കൂട്ടി ഇവിടെ അങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ ഇതിൽ കൂടെയുള്ള വെലോസിറ്റി V' ആണ് നമ്മളടുത്ത് ചോദിക്കുന്നത് അല്ലെ. അപ്പോ നമുക്കിത് പറയാം, നമ്മൾക്ക് സ്പീഡ് ഇൻ വൈഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗം വൈഡും ഒരു ഭാഗം എന്താണ് നാരോ സെക്ഷനും ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇതിൽ വൈഡ് സെക്ഷനിലുള്ളത് എന്തായിട്ട് കണക്കാക്കാം, V1 ആയിട്ട് കണക്കാക്കാം വെലോസിറ്റി. വൈഡ് സെക്ഷനിലുള്ള വെലോസിറ്റി V1 V1 = 3 മീറ്റർ പെർ സെക്കൻഡും ഡയമീറ്റർ ഇൻ നാരോ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡയമീറ്റർ D ആണെങ്കിൽ ഇവിടെയുള്ള ഡയമീറ്റർ ഇപ്പൊ D/2 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നോക്കിയാൽ മതി. അപ്പൊ A1 V1 = A2 V2 ആണ് നമ്മൾക്ക് കിട്ടുക. സിൻസ് ഏരിയ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു D² ആണ്. ഇഫ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഹാഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇങ്ങനെയാണല്ലോ വരിക. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് ഹാഫ് ആകുമ്പോൾ ഏരിയ = ഈ പൈപ്പ് എന്ന് പറയുന്നത് എന്തായാലും അതിന്റെ സൈഡ് πr² ആയിരിക്കുമല്ലോ വരിക അല്ലെ. സർക്കിൾ ആയതുകൊണ്ട് πr² ആയിരിക്കുമല്ലോ വരിക. അപ്പൊ നമ്മൾക്ക് റേഡിയസും ഡയമീറ്ററും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അതുകൊണ്ടാണ് A പ്രൊപ്പോർഷണൽ ടു D² എന്ന് വന്നത് അല്ലെ. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ 2 times ഡയമീറ്റർ, റേഡിയസ് ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ A പ്രൊപ്പോർഷണൽ ടു D² ആക്കി മാറ്റിയത്. ഇനി അപ്പൊ ഏരിയ ഡയമീറ്ററും പ്രൊപ്പോർഷണൽ ആണ് പറഞ്ഞല്ലോ. അപ്പൊ A1
എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച അതിന്റെ ഈ രണ്ട് ഭാഗത്തും രണ്ട് ഏരിയ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതിൽ ഏരിയ എന്ന് പറയുന്നത് d² ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ പകുതിയാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ d/2² ആണ് വരിക അല്ലേ. അപ്പൊ a1/a2 ആദ്യമുള്ളത് എത്രയായിരുന്നു? d ആയിരുന്നു. ആദ്യമുള്ളത് d ആയിരുന്നു. ഇപ്പൊ അത് d/2 ആണ്. അപ്പൊ d² ഉം d/2² വരും, which is equal to d²/d² into 1/4 വരും. അപ്പൊ ഇത് ക്യാൻസൽ ആവുമ്പോ a1 is equal to 4a2 വരും. a1 is equal to 4a2 വരും അല്ലേ. അപ്പോ ഇതിന്ന് a2 എന്ന് പറയുന്നത് a1/4 ആണ്. a1/4 ആണ് a2 എന്ന് കിട്ടി. ഇതുവരെ കിട്ടി. ഇനി നമ്മൾ ഈ സാധനം ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഈ ഇക്വേഷൻ 1ലാണ് നമ്മൾ ഈ പറഞ്ഞ a1/4 is equal to a2 എന്നുള്ളത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a1 a1 അങ്ങനെ തന്നെ എഴുതി. v1 ആ സമയത്തുള്ള വെലോസിറ്റി 3 m/s ആണ്. പിന്നെ a2നെ a1/4 എഴുതി. v2 അങ്ങനെ തന്നെ എഴുതി. അപ്പൊ ഇത് നമുക്ക് a1ഉം a1ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഈ 4 അങ്ങോട്ട് പോകുമ്പോൾ 3 × 4 വരും അല്ലേ. അതായത് 3 × 4 is equal to v2, അതായത് 12 m/s. അപ്പോൾ ഡയമീറ്റർ ഹാഫ് ആയി കഴിഞ്ഞാൽ ഏരിയ 1/4 ആവും എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ സ്പീഡ് ബിക്കംസ് 4 times. അപ്പൊ അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ മനസ്സിൽ കൂടെ കണക്ക് കൂട്ടിയിട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും മതി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടും. അപ്പൊ എന്താ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡയമീറ്റർ ഹാഫ് ചെയ്തു എന്ന് പറഞ്ഞതിനർത്ഥം അവിടെ ഏരിയ അതിനനുസരിച്ചിട്ട് 1/4 ആവാണ് ചെയ്തത്. അപ്പൊ സ്പീഡ് എന്തായിട്ട് മാറും? 4 times ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ മനസ്സിലായി. അപ്പൊ മുമ്പുള്ളത് 3 ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഇപ്പൊ നമ്മള് ഒരു പൈപ്പ് ഇങ്ങനെ പൈപ്പ് പോണു. ഈ പൈപ്പ് അതൊരു ഹോസ് ആണെന്ന് വെക്കുക. നമ്മൾ ഈ ഹോസിൽ ഈ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസിന്റെ ഡയമീറ്റർ എന്താവും? ചെറുതായിട്ടൊന്ന് ചുങ്ങുന്ന സമയത്ത് അതിൽ കൂടെ സ്പീഡായിട്ട് വെള്ളം വരും. അപ്പോഴാണ് നമ്മൾ അതിന് സ്പ്രേ ചെയ്യുന്നത്. അപ്പൊ വെലോസിറ്റി കൂടുകയാണ് ചെയ്യാന്നുള്ളത് അവിടെ മനസ്സിലാക്കിയാലും മതി. മനസ്സിലായോ? അപ്പൊ നോർമലി ഒരു ഓസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഇവിടെ ഓസിന്റെ ഇതിന്റെ സൈസ് ഞാനൊന്ന് അമർത്തിയിട്ടൊന്ന് ചെറിയ സൈസ് ആക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡിൽ പുറത്തേക്കാണ് വെള്ളം പോകുന്നത്. അപ്പൊ നമ്മളത് അങ്ങനെ ചിന്തിച്ചാലും മതി. ഓക്കെ. അപ്പൊ കൂടുതൽ ഇതാവണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വാല്യൂ കിട്ടാം. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചാലും മതി. ഓക്കെ. അപ്പൊ 12 m/s ആണ് നമ്മൾക്ക് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർനോട്ട് എഞ്ചിൻ ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ. ഒരു കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് വർക്കിംഗ് ബിറ്റ്വീൻ 127°C and 27°C ആണ്. അപ്പോൾ ഈ സിങ്ക് ടെമ്പറേച്ചർ നമ്മൾ മാറ്റാണ്ട് ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോഴ്സ് ഹാസ് ടു ബി കെപ്റ്റ് സോ ടു ഡബിൾ ഇറ്റ്സ് എഫിഷ്യൻസി ഡബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ടെമ്പറേച്ചർ എത്രത്തോളം നമ്മളോട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറയുന്ന ടെമ്പറേച്ചർ ഒക്കെ തന്നെ കെൽവിനിലേക്ക് മാറ്റാം. T1 എന്ന് പറയുന്നത് 127°C ആണ്. അതിന് കെൽവിനിലേക്ക് മാറ്റാം. +273 ചെയ്താൽ മതി. അപ്പൊ 400 കെൽവിൻ കിട്ടും. T2 എന്ന് പറയുന്നത് 27°C ആണ്. 273 ആഡ് ചെയ്യുമ്പോൾ 300 കെൽവിൻ കിട്ടും. ഇതൊക്കെ കാണാതെ പഠിക്കട്ടെ. 27°നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് 300 കിട്ടാനുള്ള മനസ്സിലേക്ക് അങ്ങനെ പഠിപ്പിക്കാം. അപ്പൊ നമ്മൾ ആ സമയത്ത് അത് കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യം വരില്ല. അപ്പോ 27 273 ആണെന്നുണ്ടെങ്കിൽ 27 300 ആവുന്നുണ്ടെങ്കിൽ ഈ 27 കഴിഞ്ഞ് പിന്നെ 100 കൂട്ടിയാൽ മതിയല്ലോ മറ്റേതിലേക്ക്. അപ്പൊ 300-നോട് 100 കൂട്ടി കഴിഞ്ഞാൽ 400. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറച്ച് ട്രിക്കുകളൊക്കെ പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പൊ ഇനീഷ്യൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് η1 is equal to 1 - T2/T1 ആണ്. അപ്പോൾ 1 - T2 ഉം T1 കൊടുത്തു. 300/400 1 - 0.75 ചെയ്ത് കഴിഞ്ഞാൽ 0.25 ആണ് കിട്ടുക. അപ്പൊ പുതിയ എഫിഷ്യൻസി എന്ന് പറഞ്ഞോട് ഡബിൾ ചെയ്തു. അപ്പൊ N2 is equal to 2 × 0.25 ആണ്, which is equal to 0.50. അപ്പൊ ഫൈൻഡ് ന്യൂ സോഴ്സ് ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് η2 is equal to 1 - T2/T1 പുതിയ ടെമ്പറേച്ചർ T1 നിന്ന് T1 ആയിട്ട് മാറി. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.5 is equal to 1 - 300/T1. അത് നമുക്ക് T1 സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതില് ആദ്യം എന്താ ചെയ്യാ? 0.5 ഈ 1 എന്ത് പറയും? ഇങ്ങോട്ട് വരും. -1 is equal to -300/T1 വരും. അപ്പോൾ 0.5 നിന്ന് 1 പോകുമ്പോൾ -0.5 is equal to -300/T1 അല്ലേ. അപ്പൊ ഇതില് T1 ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ T1 എന്ന് പറയുന്നത് 300 / 0.5. 0.5ന് 1/2 എന്ന് കൊടുക്കാം.
അപ്പൊ ഈ 2 മുകളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? അത് 600 ആവും. അപ്പൊ അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട. ഡയറക്റ്റ് ആയിട്ട് അത് 1/2 കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്ന സമയത്ത് അത് 2 മുകളിലേക്ക് വരുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയത് കെൽവിനിലാണ് അല്ലെ. കെൽവിനുള്ളതിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊരു 273 കുറച്ചാൽ മതി. അപ്പൊ 327 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അപ്പൊ ആൻസർ എന്താ വരിക? 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ തെറ്റുന്നത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ നെഗറ്റീവിന്റെ വാല്യൂ ഒക്കെയാണ് നമുക്കിവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അപ്പൊ അതൊന്ന് ശ്രദ്ധ കൊടുത്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of specific heat capacities of a diatomic gas at constant pressure and constant volume എന്ന് പറയുന്നത്. The ratio of specific heat capacities of a diatomic gas. ഒരു diatomic gas constant pressure constant volume ആണ്. അതിന്റെ ratio of specific heat capacities ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മളെ റേഷ്യോ 1.4, 1.6, 1.7, 1.8, 1.5 റേഞ്ചിലാണ് വരുന്നത് അല്ലെ. ഒക്കെ അടുത്തടുത്തുള്ള റേഞ്ചാണ്. അപ്പോൾ ഒരു ഡയറ്റോമിക് ഗ്യാസിൽ ഒരു ഓർഡിനറി ടെമ്പറേച്ചറിൽ ഗാമ ഇസ് ഈക്വൽ ടു CP/CV വിച്ച് ഈസ് ഈക്വൽ ടു 7/5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.4 കിട്ടും. ആ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഒരു കുറച്ച് ക്വിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ നോക്കാം. മോണോറ്റോമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 1.67 ആണ്, കാണാതെ പഠിക്കാം. പോളിയറ്റോമിക് ആണെങ്കിൽ 1.33 ആണ്, കാണാതെ പഠിക്കുക. ഡയറ്റോമിക് ആണെങ്കിൽ 1.4 എന്ന് കാണാതെ പഠിക്കുക. പ്രശ്നം കഴിഞ്ഞു. ഇപ്പൊ മോണോറ്റോമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? ഗാമ 1.67 ആയിരിക്കും. ഡയറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ 1.4 ആയിരിക്കും. പോളിയറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ 1.33 ആയിരിക്കും. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. The translational kinetic energy of an ideal gas containing n molecules at temperature T is എന്താ ചോദിക്കണേ? K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ് ചോദിക്കുന്നത്. അതിൽ n മോളിക്യൂൾസ് ഉണ്ട് അറ്റ് ടെമ്പറേച്ചർ T ആണ് കേട്ടോ. അപ്പൊ എത്ര ആൻസർ വരിക? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഫോർ 1 മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 kT ആണ്. ഫോർ n മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ E is equal to 3/2 NKT ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ 3/2 NKT ആണ്. അപ്പൊ നോർമലി ഒന്നാണെങ്കിൽ, അതായത് എന്നിന്റെ വാല്യൂ 1 മോളിക്യൂൾ ആണെങ്കിൽ n is equal to 1 വന്നു. അപ്പൊ 3/2 KT ആണ്. അപ്പോ കാണാതെ പഠിക്കുക 3/2 NKT ആണെന്നുള്ളത് കാണാതെ പഠിക്കുക. അപ്പം ഫാക്ടർ 3/2 എന്ന് പറഞ്ഞാൽ കംസ് ഫ്രം 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. 3 XYZ ഡയറക്ഷനിൽ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്പർ ഓഫ് മോളിക്യൂൾസിന് അനുസരിച്ചിട്ട് എന്നിന്റെ വരും. ഇപ്പൊ 2 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ n is equal to 2 ആവും അല്ലെ. അപ്പൊ ഇത് 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 3 KT ആയിരിക്കും എന്തിന് വരിക? 2 മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ വരിക. അപ്പൊ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കാണാതെ പഠിക്കാം. ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഫോർ ആൻ n മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ 3/2 NKT ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പൊ അതിന് നമ്പർ മോളിക്യൂൾസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് എനർജിയുടെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ സെറ്റ്. അടുത്ത സെറ്റിൽ ഇതുപോലെ ഒരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.